എല്ലാവർക്കും ചാപ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് സമ്മിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അതേപോലെ ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്ര കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നോക്കി, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചല്ലായിരുന്നോ? ഫൈൻഡ് the sum of all three digit number which are multiple of 9 which are multiple of 9 alla 6 which are multiple of 9. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ, എന്താണ്? ഫൈൻഡ് സം ഓഫ് ഓൾ 3 digit number which are multiple of 9. അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ 3 digit നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കാൻ നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്താണ്? എന്താണ് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ 3 digit നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് സം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ എന്തറിയണം? അതായത് എത്ര 3 digit നമ്പേഴ്സ് ഉണ്ട് സം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താണ്? n അറിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല ഫസ്റ്റ് ടൈം അറിയണം, ലാസ്റ്റ് ടൈം ഒക്കെ അറിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? സം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ആണല്ലോ. അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ ചെയ്യാൻ പോയി ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കിയോ. അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്? 9ന്റെ 3 digit നമ്പർ, 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 digit നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നോക്കി, ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് 3 digit നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് 3 digit നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ അറിയാൻ എളുപ്പമാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ 9ന്റെ മൾട്ടിപ്പിളിന്റെ എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 digit നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നോക്കി, ഫസ്റ്റ് 3, അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് 3 digit നമ്പർ എടുക്കുക. നമുക്കറിയാം എത്രയാണ് ഫസ്റ്റ് 3 digit നമ്പർ? എത്രയാണ്? 108 ആണ്. 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് 3 digit നമ്പർ എല്ലാവർക്കും അറിയാം എന്താണ്? 108. കാരണം നമുക്കറിയാം എന്താണ് 9 × 12 നോക്കി, 9 × 10 19, 9 × 11 എത്ര? 99, 9 × 12 എത്രയാണ്? 108 ആണ്. സിമ്പിൾ ആണ് അല്ലേ? നമുക്കറിയാം നോക്കി, എന്താണ് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് 3 digit നമ്പർ ഏതാണ്? 108 ആണ്. അപ്പൊ നമുക്ക് കിട്ടി ഫസ്റ്റ് നമ്പർ കിട്ടി എത്രയാണ്? 108 ആണ്. സെക്കൻഡ് നമ്പർ എത്ര ആയിരിക്കും? 117 ആയിരിക്കും. തേർഡ് എത്ര ആയിരിക്കും? 126, 135 ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലയോ? 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 digit നമ്പേഴ്സ് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് ആയിരിക്കും പോകുന്നത് അല്ലേ? 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 digit നമ്പേഴ്സ് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ടാണ് പോകുന്നത് ആണല്ലോ. ഇനി നമുക്ക് എന്തറിയണം? അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ 3 digit നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ എന്ത് കണ്ടുപിടിക്കണം? 3 digit നമ്പർ ഉണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും പറ? അപ്പൊ നോക്കാം, നമുക്കറിയാം ഏറ്റവും അവസാനത്തെ 3 digit നമ്പർ നമുക്കറിയാം എത്രയാണ്? 999 ആണ്. അപ്പൊ നോക്കാം, 999 9ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ പോവാം. നമുക്കറിയാം എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? എന്ത് ചെയ്യാ? 9 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ എന്താ വന്ന്? 0 വന്നില്ലയോ? അപ്പൊ നമുക്കറിയാം 999 എന്ന് പറഞ്ഞാൽ എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ 3 digit നമ്പർ എത്രയാണ്? 999 ആണ്. അപ്പൊ നമുക്ക് കിട്ടി നോക്കി, നോക്കി 3D, അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 digit നമ്പേഴ്സ് എവിടെ തുടങ്ങുന്നത്? 108 തുടങ്ങി 999 എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. സം ഈസ് ഈക്വൽ എന്താണ്? n/2 ഇൻറ്റു എന്താണ്? f1 പ്ലസ് fn. അതായത് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് സം കണ്ടുപിടിക്കാൻ പറ്റും ആണല്ലോ. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം 108 ആണ്. ലാസ്റ്റ് ടൈം അറിയാം, അതായത് നമ്മളിപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയപ്പോൾ അതിന്റെ ലാസ്റ്റ് ടൈം എത്രയാണ്? 999 ആണ്. അപ്പോൾ ലാസ്റ്റ് ടൈം അറിയാം, ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സം കണ്ടുപിടിച്ചൂടാ? സം കണ്ടുപിടിക്കുന്ന അപ്പം ശനി നോക്കിയേ, ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. പക്ഷേ നമുക്ക് എന്തറിയത്തില്ല, ഇതിനകത്ത് എത്ര ടൈമുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഇതിനകത്ത് എത്ര ടൈം ഉണ്ടെന്ന് നമുക്കറിയാവോ? ഇല്ല. കാരണം എന്നറിയാൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? സം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 digit നമ്പർ ഉണ്ട്? അതായത് ആദ്യം നമ്മൾ എന്താ പറയുക? അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 digit നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം എന്ത് ടൈം കണ്ടുപിടിക്കുക? ഇക്വേഷൻ എന്താണ്? f + n-1 × d ആണ്. f + n-1 × d ആണ് ആണല്ലോ. അപ്പൊ ഈസികൾ നമുക്കിപ്പം കണ്ടുപിടിക്കേണ്ട എന്താണ്? എത്ര 3 digit നമ്പർ, സോറി ഇതിനകത്ത് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 digit നമ്പർ ആണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ f + n-1 × d ഈസികൾ എത്രയാണെന്ന് കൊടുക്കുക? 999 ആണെന്ന് കൊടുക്കുക.
999 എന്ന് വിളിക്കുക. അതിനകത്തൊക്കെ എഫ് എത്ര 108 ആണ്. ഇനി എന്ന വാല്യൂ നമുക്ക് n-1 ഇൻറ്റു ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര 9 ആണ്. ഈസിക്കൽ എത്ര 999. ഇനി നോക്കി 108 അപ്പുറത്ത് പോകുമ്പോൾ എന്തോ മൈനസ്, അപ്പം n-1 ഇൻറ്റു 9 ഈസിക്കൽ 999 മൈനസ് 108 ചെയ്യുമ്പോൾ എത്ര ഇട്ട് പറ 891. അപ്പൊ നമുക്ക് കിട്ടി n-1 ഇൻറ്റു 9 ഈസിക്കൽ എത്രന്ന് കിട്ടി 891. അങ്ങനെയാണ് നോക്കി 9 ഇൻറ്റു ചെയ്തേക്കല്ലേ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഡിവൈഡ്. അപ്പൊ n-1 ഈസിക്കൽ ടു അപ്പൊ 891 ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ എത്ര ഇട്ട് പറ 99 കിട്ടി. എത്ര കിട്ടി 99 കിട്ടി. അപ്പൊ നോക്കി n-1 ഈസിക്കൽ 99 കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കി n ഈസിക്കൽ എത്ര അടിയും പറ -1 അപ്പുറത്തും +1 അപ്പം എത്ര കിട്ടി 100 എന്ന് കിട്ടി. അതായത് നമുക്ക് പറയാം 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും 100 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് 100 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടി ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. ഇനി എത്ര ഡിജിറ്റ് ഉണ്ട് 100 നമ്പർ ഉണ്ട്. എത്ര നമ്പേഴ്സ് ഉണ്ട് 100 നമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സം കണ്ടുപിടിച്ചുകൂടായോ. അപ്പൊ സം ഈസിക്കൽ എന്തായിരിക്കും പറ സം ഈസിക്കൽ ടു n/2 ഇൻറ്റു f1 പ്ലസ് fn. അതായത് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂടെ നമ്മൾ xn പ്ലസ് xn. ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും നമുക്കറിയാം. ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന ഇക്വേഷൻ ഉണ്ട്. എന്തിനുള്ള ഇക്വേഷൻ ആണ് സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ്. അപ്പൊ നോക്കി ഇതിനകത്ത് നോക്കി n എത്രയാണ് 100 ആണ്. അപ്പൊ 100/2 ഇൻറ്റു ഫസ്റ്റ് ടൈം എത്രയാണ് 108 ആണ്. ലാസ്റ്റ് ടൈം എത്രയാണ് 999. അപ്പൊ 100/2 ഇൻറ്റു 108 പ്ലസ് 999 വരും. ചെയ്യുമ്പോൾ എത്ര കിട്ടും പറ 100/2 ഇൻറ്റു 999 പ്ലസ് 108 7 1107. എത്ര കിട്ടി 1107 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി 50/2 ഇൻറ്റു 1107 കിട്ടി. അപ്പൊ നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 50 കിട്ടും. അപ്പം ഈസിക്കൽ 50 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് 1107 ഇൻറ്റു 5 35 55,350. അപ്പൊ നോക്കിയേ 9ന്റെ സോറി എന്താണ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ ദ മൾട്ടിപ്പിൾ ഓഫ് 9. അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിനെ എന്ത് കണ്ടുപിടിക്കണം സം കണ്ടുപിടിക്കാല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. സം കണ്ടുപിടിക്കുക. നോക്കിയാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കുക. പിന്നെ ലാസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. അതിനുശേഷം എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എത്ര അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സം കണ്ടുപിടിക്കുക. അങ്ങനെ 4 സ്റ്റെപ്പാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടല്ലോ. ആദ്യം എന്ത് ചെയ്യുക ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക, ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കുക, പിന്നെ എന്ത് ചെയ്യണം എത്ര ടൈമുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, പിന്നെ എന്ത് കണ്ടുപിടിക്കുക സം കണ്ടുപിടിക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് 3 digit number. Find the sum of all 3 digit number. Find the sum of all 3 digit number which will leave a remainder 3 in division by 7. Okay, question ആണ് find the sum of all 3 digit numbers which leave a remainder 3 when division by 7. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എല്ലാ അതായത് നോക്കി 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിനെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത് സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിനെ എന്ത് കണ്ടുപിടിക്കണം സം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന രീതി നോക്കി ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം അതായത് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അതായത് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ നോക്കി ആദ്യം നമ്മൾ അറിയാം ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ് 100 ആണ്. ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലയോ 100 ആണ് എന്ത് പറയുന്നത് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആണല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യം 100നെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100നെ എന്ത് ചെയ്യാ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പറ റിമൈൻഡർ എത്ര കിട്ടി 2 കിട്ടി. അപ്പൊ 100നെ 7 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര വന്നത് 2 ആണോ.
അടുത്ത അങ്ങനെയാണ് നോക്കി. ഇനി 101 എടുക്കുവാണ്. നോക്കി 101 നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കി നമ്മൾ കണ്ട ഓരോ സംഖ്യ കൂടുകയാണ്. ഓരോ സംഖ്യ കൂടി. അപ്പൊ നോക്കി ഇവിടെ 100 ആയി, ഇവിടെ ഇപ്പൊ എത്രയായി? 101 ആയി. അങ്ങനെ നോക്കി അങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും പറ? റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. അപ്പൊ നമുക്ക് പറയാം 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ആദ്യത്തെ നമ്പർ ഏതാണ്? 101 ആണ്. ആദ്യത്തെ നമ്പർ ഏതാണ്? 101. അതായത് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ആദ്യത്തെ നമ്പർ എന്താണ്? 101 ആണ്. രണ്ടാമത്തെ നമ്പർ നമുക്കറിയാം എന്താണ്? 108. കാരണം അത് ഇനി 7 വെച്ചല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നോക്കി ഇതെന്താണ്? 7 കോമൺ ഡിഫറൻസ് വരുന്ന ഒരു അടുത്ത സീക്വൻസ് എന്ന രീതിയിലായിരിക്കും പോകുന്നത്. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ 7 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ നമ്പർ 101 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്ര അടിക്കും? 108. മൂന്നാമത്തെ നമ്പർ എത്ര അടിക്കും? 115. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന രീതിയിലായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിച്ച് ഇനി എന്ത് കണ്ടുപിടിക്കണം? അതായത് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ഏറ്റവും അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണം? 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ഏറ്റവും അവസാനത്തെ നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും പറ? നമുക്ക് ഏറ്റവും അവസാനത്തെ 3D നമ്പർ എത്രയാണ്? 999 ആണ്. നിങ്ങൾ 999 എത്ര വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക? 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും പറ? റിമൈൻഡർ എത്ര കിട്ടിയത്? 5 ആണ് കിട്ടിയത്. അപ്പൊ അതല്ല നമുക്ക് വരാം. കാരണം 900 നമുക്ക് വരേണ്ടത് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ആണ്? 3 ആണ്. പക്ഷേ ഇവിടെ എത്ര വന്ന് 5 അല്ലയോ? അപ്പൊ അത് പറ്റത്തില്ല. അടുത്തെടുക്കുക എന്താണ്? 998 എടുക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും പറ? നോക്കി നമുക്ക് 999 7 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 5 കിട്ടി. 998 7 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. അതായത് നോക്കിയേ ഓരോ സംഖ്യ കുറയുമ്പോൾ എന്ത് കുറയുന്നുണ്ട്? റിമൈൻഡർ കുറയുന്നുണ്ട്. ഇവിടെ നോക്കി ഇവിടെ നേരെ ഓപ്പോസിറ്റ് നോക്കി ഓരോ സംഖ്യ കൂടുമ്പോൾ എന്ത് നോക്കി 100 നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 2 കിട്ടി. 101 വന്നപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. ഇനി 102 ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും റിമൈൻഡർ? ഇത് വെച്ച് പറയുകയാണെങ്കിൽ 4 വരും. 103 കഴിയുകയാണെങ്കിലോ 5 വരും. അതായത് നോക്കി സംഖ്യ കൂടുമ്പോൾ റിമൈൻഡർ കൂടുന്നുണ്ട്, സംഖ്യ കുറയുമ്പോൾ റിമൈൻഡർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ നോക്കി 998 7 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 997 ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? 3 ആയിരിക്കും വരുന്നത്. അല്ലയോ? അപ്പൊ ഈ രീതി ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നോക്കി 999 മാത്രം ചെയ്താൽ മതി. അത് എത്ര കിട്ടി? 5 കിട്ടി. അങ്ങനെ നമുക്ക് പറയാം 998 ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. കാരണം ഓരോ സംഖ്യ കുറയുമ്പോൾ റിമൈൻഡർ എന്ത് ചെയ്തോണ്ടിരിക്കും? ഒന്ന് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നോക്കി 997 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? റിമൈൻഡർ 3 കിട്ടും. എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഏറ്റവും അവസാനത്തെ നമ്പർ എത്രയാണ്? 997. കാരണം നമുക്ക് ഏതാണ്ട് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? 3 വരുന്നതല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന നമ്പർ എത്ര ആയിരിക്കും? 997 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതാണ്ട് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എന്താണ്? ഈ 3D നമ്പേഴ്സിന്റെ ഒരു അടുത്ത സീക്വൻസ് ചെയ്തപ്പോൾ നോക്കി നമുക്ക് 101 108 115 അങ്ങനെ പോയി ഏറ്റവും അവസാനത്തെ നമ്പർ ഏതാണ്? 997 ആണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇത് എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും പറ? നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? F+. അതായത് എന്ത് ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടല്ലോ അത് വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നോക്കി ഇതാണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം ആണല്ലോ. പക്ഷെ ഇത് എത്ര ടൈമുകളാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് എത്ര ടൈമുകളാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇത് എത്ര ടേമുകൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുക. അതായത് 101 108 115 അങ്ങനെ 997 വരെ ഉണ്ട്. അങ്ങനെയാണ് ഇത് എത്ര ടേം, അതായത് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എത്ര 3D നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്താ പറയുന്നത്? F+n-1 അതായത് നമ്മൾ എന്ത് ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, അതായത് ഒരു അടുത്ത സീക്വൻസിന്റെ എന്ത് ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ്. ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി നമ്മൾ താണ്ട് എന്ത് ടൈം താണ്ട് ഇതായിട്ട് എടുക്കും. 997 എന്തായിട്ട് എടുക്കുന്നത്? എന്ത് നമുക്ക് ഇത് എത്രാമത്തെ ടൈം ആണെന്ന് അറിയാവോ? അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ടൈം എങ്ങനെ എടുക്കും? 997 എന്ന രീതിയിൽ എടുത്തു. അപ്പൊ നമുക്ക് എഴുതാൻ താണ്ട് F+n-1 ഈസിക്കൽ എങ്ങനെ എഴുതാം? 997 എഴുതാം. ഈ ഫസ്റ്റ് ടൈം അറിയാം 101 പ്ലസ് n മൈനസ് n വാല്യൂ നമുക്കറിയില്ല. അപ്പൊ n-1 ഇൻറ്റു d എത്രയാണ്? 7 ആണെന്നറിയാം. ഫിസിക്കൽ എത്ര ആയിരിക്കും? 997 ആയിരിക്കും. ഇനി ഇതാണ് പ്ലസ് അപ്പുറത്തും എന്തോ മൈനസ്. അപ്പൊ n-1 ഇൻറ്റു 7 ഈസിക്കൽ ടു 997 മൈനസ് 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 896 കിട്ടി. അപ്പൊ n-1 ഇൻറ്റു 7 ഈസിക്കൽ ടു 896 കിട്ടില്ലയോ? അങ്ങനെയാണെങ്കിൽ നോക്കി n-1 ഈസിക്കൽ ടു 896 ഡിവൈഡ് ബൈ 7 ആണ്.
എത്ര കിട്ടി? 128. അപ്പൊ n-1 ഈസിക്കൽ എത്രയാണ് കിട്ടി? 128 കിട്ടി. അങ്ങനെയാണോ നോക്കിയേ? n എത്ര ആയിരിക്കും? n ഈസിക്കൽ ടു 129. n ഈസിക്കൽ എത്രയാണ് കിട്ടി? 129 കിട്ടി. അപ്പൊ നമുക്ക് വേണ്ട 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന എത്ര 3D നമ്പർ ഉണ്ടായിരിക്കും? 129 3D നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എണ്ണം കിട്ടി. ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേം അറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സം കണ്ടുപിടിക്കാൻ പറ്റും. സം ഈസിക്കൽ ടു സമ്മയുടെ ഇക്വേഷൻ ആണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. അതായത് നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേം അറിയാം. അങ്ങനെ സം കണ്ടുപിടിച്ചുകൂടാ. അതായത് എത്ര ടേം വേണം? 129/2 ഇൻറ്റു 101 പ്ലസ് 997. ഇത് രണ്ടും കൂടെ കൂട്ടുക. 997 പ്ലസ് 101 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1098 എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി. അല്ലെങ്കിൽ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 549 കിട്ടും. ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ നോക്കി. 549 ഇൻറ്റു 129 99 81 44 49 8 9 10 1 എത്രയുണ്ട്? 70,821 കിട്ടി. അപ്പൊ നോക്കിയേ, നോക്ക് എന്താണ് 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന 3D നമ്പേഴ്സിന്റെ സം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 70,821 കിട്ടി. അപ്പൊ ഇത് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. അപ്പൊ ഇതൊരിക്കലും മറന്നു പോയിരിക്കുക, കാരണം ഇത് എപ്പോഴും പരീക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പൊ ഓർത്തിരിക്കരുത്. ഞങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കി നിങ്ങൾ ടെക്സ്റ്റ് ആണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി കാൽക്കുലേറ്റ് the difference between the sum of first 20 terms of arithmetic sequence 6, 10, 14 and 15, 19, 23 എക്സെട്ര. അതായത് നോക്കി നമ്മുടെ പറഞ്ഞേക്കുന്നത് നോക്കി 6, 10, 14 എന്ന് പറഞ്ഞ അടുത്തൊരു സീക്വൻസും 15, 19, 23 എന്ന് പറഞ്ഞ അടുത്തൊരു സീക്വൻസും. ഈ സീക്വൻസിന്റെ അതായത് ഈ രണ്ട് സീക്വൻസിനകത്തെയും ആദ്യത്തെ 20 ടേമുകളുടെ എന്താ പിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നോക്കി കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദി ഫസ്റ്റ് 20 ടേംസ്. അതായത് നോക്കി ഈ രണ്ട് സീക്വൻസ് ഉണ്ടല്ലോ, ഈ രണ്ട് സീക്വൻസിനകത്ത് ആദ്യത്തെ 20 ടേമുകളുടെ ഡിഫറൻസിന്റെ സം കണ്ടുപിടിക്കണം. നോക്കി ഈ രണ്ട് സീക്വൻസിനകത്ത് ആദ്യത്തെ 20 ടേമിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസിന്റെ സം കണ്ടുപിടിക്കാനാ പറഞ്ഞത് ആണല്ലോ. അപ്പൊ നോക്കി നമുക്ക് ഇങ്ങോട്ട് നോക്കി നമ്മുടെ ആദ്യത്തെ സീക്വൻസ് 6, 10, 14 എക്സെട്ര അല്ലെ 18, 22 ഇങ്ങനെയാണ് പോകുന്നത്. രണ്ടാമത്തെ സീക്വൻസ് 15, 19, 23, 27, 31 ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുക. ഇത് തമ്മിലുള്ള എന്തെടുത്ത് നോക്കുക? ഡിഫറൻസ് എടുത്ത് നോക്കുക. ഇത് തമ്മിൽ ഡിഫറൻസ് എത്ര? ഇവിടെ 9 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെ 9. അതായത് നോക്കി ഈ രണ്ട് അടുത്ത സീക്വൻസിനകത്ത് എല്ലാ ടൈമും അതായത് പൊസിഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നോക്കി ഫസ്റ്റ് അതായത് രണ്ടിടത്തെ പൊസിഷൻ വെച്ച് നോക്കുവാണെങ്കിൽ എല്ലായിടത്തെ ഡിഫറൻസ് എന്ത് തന്നെയാണ്? 9 തന്നെയാണ്. അതായത് ഈ രണ്ട് അടുത്ത സീക്വൻസിനകത്ത് എല്ലാ പൊസിഷനിലെയും ഡിഫറൻസ് നോക്കുക. അതായത് നോക്കി ഈ രണ്ടിടത്തെയും ഫസ്റ്റ് പൊസിഷൻ ഡിഫറൻസ് നോക്കുമ്പോൾ 9 ആണ്, സെക്കൻഡ് പൊസിഷൻ ഡിഫറൻസ് ഒക്കെ 9 ആണ്. അതായത് നോക്കി ഈ അരിത്മെറ്റിക് സീക്വൻസിനകത്ത് നോക്കി ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസിനകത്ത് പൊസിഷൻ വെച്ച് നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും വരുന്നത് എത്ര ആണ്? 9 തന്നെയാണ് ആണല്ലോ. അങ്ങനെ നോക്കിയാൽ നമുക്കറിയാം ഇത് തമ്മിൽ എല്ലാ ടൈം നോക്കി ആദ്യത്തെ 20 ടൈമിന്റെ അടുത്ത ഡിഫറൻസ് എത്ര തന്നെ വരുന്നത്? 9 തന്നെയല്ലേ വരുന്നത്. അങ്ങനെയാണ് പറ ഈ സം എത്ര ആയിരിക്കും? അതായത് ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസിന്റെ ടേമുകളുടെ ഡിഫറൻസിന് സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സിമ്പിൾ അല്ലേ? നമുക്കറിയാം എല്ലായിടത്തെ ടൈമിന്റെ ഡിഫറൻസ് എത്ര ആണ്? 9 ആണ്. അപ്പൊ എത്ര 9 വരും? 29 വരും. അതായത് 20 ടൈമിന്റെ ഡിഫറൻസ് അല്ലേ എടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം സം ഓഫ് ഡിഫറൻസ് ഈസിക്കൽ എത്ര ആയിരിക്കും പറ? 9 × 20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. നോക്കി സിമ്പിൾ ആണ്. നോക്കി താണ്ട് ഈ അടുത്ത സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പൊസിഷനും ഡിഫറൻസ് എത്ര തന്നെ ആയിരിക്കും? 9 ആയിരിക്കും.
അങ്ങനെ നമുക്ക് എത്ര ഫസ്റ്റ് 20 ടേംസിൻ്റെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 20 ടേമുകളുടെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഡിഫറൻസ് വരുന്നത് എത്ര ആയിരിക്കും? 9 ആയിരിക്കും. അങ്ങനെ അതിൻ്റെ സം എത്ര ആയിരിക്കും? പറയാം 9 × 20 ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും? 180 ആയിരിക്കും. എത്ര ആയിരിക്കും? 180 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് the sum of any number of terms of an arithmetic sequence 16, 24, 32 etc. starting from the first added to 9 gives a perfect square. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയേ, 16, 24, 32 എന്ന് പറയുന്ന അടുത്തൊരു സീക്വൻസ്. 16, 24, 32 എന്ന് പറഞ്ഞ അടുത്തൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിനകത്ത് നോക്കി, ഈ സീക്വൻസിന്റെ സമ്മിന്റെ കൂടെ, ഈ സീക്വൻസിന്റെ ഓരോ ടൈമുകളുടെ സമ്മിന്റെ കൂടെ, അതായത് ഇപ്പം എന്താണ് ഓരോ ടൈമുകളുടെ സമ്മിന്റെ കൂടെ 9 കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്കോർ കിട്ടുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നോക്കി, ഈ 16, 24, 32 എന്ന് പറഞ്ഞ അടുത്തൊരു സീക്വൻസിന്റെ അകത്ത് ഓരോ ടൈമിന്റെ സമ്മിന്റെ കൂടെ, അതായത് ഓരോ ടൈമുകളുടെ സമ്മിന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടുവാണെങ്കിൽ 9 കൂട്ടുവാണെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് സ്കോർ കിട്ടും. ഉദാഹരണം നോക്കി, നമുക്ക് ഇതിനകത്ത് സീക്വൻസ് 16, 24, 32 ആണ്. ഓക്കെ, ആദ്യത്തെ ടൈം തൊട്ട് നമ്മൾ ഫ്രം ദ ഫസ്റ്റ് എന്ന് പറയുന്നത് അല്ലയോ? അപ്പൊ ആദ്യത്തെ ടൈം എടുക്കാം 16. 16 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 25. എന്താണ്? ഒരു പെർഫെക്റ്റ് സ്കോർ ആണ്. പിന്നെ പറയുന്നത് എന്താണ്? നോക്കി, ഇനി ആദ്യത്തെ 2 ടൈമുകളുടെ സം എടുക്കാം. നോക്കിയാൽ 16, 25 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40 കിട്ടും. അതിൻ്റെ 9 കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 49. അതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്കോർ ആണ്. ഇനി ആദ്യത്തെ 3 ടൈമുകളുടെ സം എടുക്കാം. 16, 24, 40, 40, 32 എത്ര ആണ്? 70. 40, 32 എത്രയാണ്? 72 ആണ്. അതിൻ്റെ കൂടെ നോക്ക്, 72 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 81. അതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്കോർ ആണ്. അപ്പൊ നോക്കി, നമുക്ക് ആദ്യത്തെ 3 ടൈമുകൾ എടുത്തപ്പോൾ നമുക്ക് എല്ലാം എന്ത് കിട്ടുന്നുണ്ട്? പെർഫെക്റ്റ് സ്കോർ കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? നിങ്ങൾ വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ആൾജിബ്ര വെച്ച് ചെയ്യണം. കാരണം ഇതിനകത്ത് ഏത് ടൈമുകൾ എടുത്താലും ഇത് പ്രൂവ് ആണ്, ഇത് സത്യമാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ആൾജിബ്ര എടുത്ത് വേണം തെളിയിക്കാൻ. അപ്പൊ നോക്കി, ഞാൻ എന്താണ് എന്ത് ചെയ്യാൻ പോകണം? ആൾജിബ്ര കണ്ടുപിടിക്കാം. നോക്കി, നമ്മൾ അടുത്ത ഒരു സീക്വൻസ് എന്താണ്? 16, 24, 32 ആണ്. 16, 24, 32 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അടുത്ത ഒരു സീക്വൻസ് ആണല്ലോ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ടൈം നമുക്കറിയാം എന്താണ്? 16 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എത്ര ആണ്? 8 ആണ്. കോമൺ ഡിഫറൻസ് എത്ര ആണ്? 8 ആണ്. അപ്പൊ നമുക്കറിയാം ഒരു അടുത്ത സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്ര കണ്ടുപിടിക്കുന്ന അറിയാലോ. സമ്മിന്റെ ഓൾജിബ്ര ഇക്വേഷൻ നമുക്ക് എന്താണ്? d/2 n² പ്ലസ് f - d/2 ഇൻറ്റു n ആണെന്ന് പറയുന്നത്. ഏതൊരു അടുത്ത സീക്വൻസിന്റെ സമ്മുകളുടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഓൾജിബ്ര കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോക്കി, ഇതിനകത്ത് d എത്ര? 8 ആണ്. അപ്പൊ ഇതെങ്ങനെ പറ? 4n² പ്ലസ് 16 - 4 ഇൻറ്റു n എന്ന്. അതായത് നോക്കി, 4n² പ്ലസ് 16 മൈനസ് 16 എത്ര? 12. അപ്പൊ 12 എന്നുണ്ട്. അപ്പൊ നോക്കി, നമ്മുടെ ഈ അടുത്ത സീക്വൻസിന്റെ എന്താണ് ആദ്യത്തെ ഫസ്റ്റ് n ടൈമുകളുടെ സം എന്താന്ന് കിട്ടി? 4n² പ്ലസ് 12 ആണ്. നോക്കി, നമ്മുടെ അടുത്ത സീക്വൻസിന്റെ n ടൈമുകളുടെ സം എത്രാന്ന്? ഫസ്റ്റ് n ടൈമുകളുടെ സം എത്രാന്ന് കിട്ടി? 4n² പ്ലസ് 12 ആണ്. നമുക്കിത് തെളിയിക്കേണ്ടതാണ്. ഇതിന്റെ കൂടെ 9 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് തെളിയിക്കണം? ഒരു പെർഫെക്റ്റ് സ്കോർ ആണ് കിട്ടുന്നത് തെളിയിക്കണം. അപ്പൊ നമ്മുടെ ആൾജിബ്ര എന്താണ്? സം, അതായത് ഫസ്റ്റ് n ടൈമുകളുടെ സം എത്ര വരുന്നത്? 4n² പ്ലസ് 12 ആണ്. അതിനോട് നമ്മൾ എന്തുകൂടെ കൂട്ടുന്നു? 9 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല എന്താണ്? ഒരു പെർഫെക്റ്റ് സ്കോർ ആണെന്നാണ് നമുക്ക് തെളിയിക്കണം. ആണല്ലോ. അപ്പൊ ചെയ്യാം. നോക്കി, 4n² പ്ലസ് 12 പ്ലസ് 9. നോക്കി, ഇതിനകത്ത് നോക്കി, നമുക്ക് ഇതിനെ നമുക്കറിയാം a+b² അല്ല, ഇങ്ങനെ a² പ്ലസ് 2ab പ്ലസ് b² നടക്കും. ഇത് എന്തിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്? നോക്കി, a² പ്ലസ് 2ab പ്ലസ് b² എന്ന് പറഞ്ഞാൽ എന്തിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്? a+b² എക്സ്പാൻഡഡ് ഫോം ആണ്. അതായത് ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് സ്കോർ ആണ്. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക്, അതായത് ഇതിന്റെ സ്കോർ എടുക്കുമ്പോഴല്ലേ ഇത് കിട്ടുന്നത്. അപ്പൊ ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്കോർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുന്നതാണ് ഇപ്പോൾ നോക്കിയ 4n² പ്ലസ് 12n പ്ലസ് 9 ആണ് തന്നിരിക്കുന്നത്. ആണല്ലോ. അപ്പൊ ഞാൻ എന്താണ് ഇതിനെ വേണം ഇങ്ങനെ എഴുതാം. നമുക്ക് 2n² പ്ലസ് 2 ഇൻറ്റു 2n ഇൻറ്റു 3 പ്ലസ് 3² എഴുതി കൂടാ. നമുക്ക് 2n²
+2 × 2n + 3 + 3 സ്ക്വയർ എഴുതാം. അതാണ്ട് ഇതിനെ ഈ രീതിയിൽ എഴുതാം. അതായത് ഈസിക്കൽ നമുക്ക് എങ്ങനെ എഴുതാം 2n + 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് നോക്കി 2n + 3 യുടെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇതാണ്ട് ഇവിടെ എഴുതിയത് 4n² + 12n + 9 എന്ന് പറഞ്ഞാൽ എന്തിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് 2n + 3 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. അതായത് നോക്കി ഇതെന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതെന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനാണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസിനകത്ത് ഫസ്റ്റ് ടൈം മുതൽ എടുക്കുവാണെങ്കിൽ അതിന്റെ സമ്മിന്റെ കൂടെ 9 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ചെയ്ത് മനസ്സിലായല്ലോ?